മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 65-66 വാക്യങ്ങൾ വായിക്കുമ്പോൾ പീലാത്തോസ് അവരോട്, കാവൽക്കൂട്ടത്തെ തരാം, പോയി നിങ്ങളാൽ ആകുന്നിടത്തോളം ഉറപ്പുവരുത്തുവിൻ എന്ന് പറഞ്ഞു. അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ചു. കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. 28-ാം അധ്യായം. ശബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും കല്ലറ കാണുവാൻ ചെന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു, കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു. അവന്റെ രൂപം മിന്നലിനൊത്തതും അവന്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതുമായിരുന്നു. കാവൽക്കാർ അവനെ കണ്ട് പേടിച്ച് വിറച്ച് മരിച്ചവരെ പോലെയായി. സ്തോത്രം. പക്ഷെ അവിടെ വന്ന സ്ത്രീകളാരും പേടിച്ച് നിലവിളിച്ച് ബോധം കിട്ടുപോയില്ലല്ലോ. ഇപ്പൊ ആർക്കാ പേടി? യഥാർത്ഥത്തിൽ പേടിക്കേണ്ടത് ആ സ്ത്രീകളല്ലേ? സ്തോത്രം. യഥാർത്ഥത്തിൽ പേടിക്കേണ്ടത് ആ സ്ത്രീകളാണ്. പക്ഷെ അവരെന്ത് ചെയ്തില്ല? അവർ പേടിച്ചില്ല. പക്ഷേ പടയാളികളെന്ന് പറയുന്നവർ ഏറ്റവും ധൈര്യമുള്ളവരാണ്. എന്നാലോചിച്ച് നോക്കി, ഏറ്റവും ധൈര്യമുള്ളവരാണ്. പക്ഷെ ആ ധൈര്യമുള്ളവരുടെ ധൈര്യം ചോർന്നിട്ട് വാസ്തവത്തിൽ സ്ത്രീജനം ബലഹീന പാത്രമാണ്. അവർ ഭയപ്പെടേണ്ടവരാണ്. പക്ഷെ ഭയപ്പെടേണ്ടെന്ന് തിരുവചനത്തിനകത്തൊരു വാക്യം കിടപ്പുണ്ട്. ആ വാക്യം തന്നെയാണ് ഇവിടെ പറയുന്നത്, ഭയപ്പെടേണ്ട. പ്രൈസ് ഗോഡ്. 5-ാമത്തെ വാക്യത്തിൻ്റെ അകത്ത് അവരോട് പറഞ്ഞത് എന്താണ്? ഭയപ്പെടേണ്ട. സ്തോത്രം. മനസ്സിലായോ? ദൈവമക്കളെ, ഒരു കാര്യം മനസ്സിലാക്കണം. ഞാനും നിങ്ങളും ഭയപ്പെടാതെ വണ്ണം ദൂതന്റെ സാന്നിധ്യം നമുക്ക് തരുന്ന ദൈവമാണ്. നീ കണ്ടില്ലെങ്കിലും നിന്നെ ഭയപ്പെടുത്തുന്നതിന്റെ പിന്നിൽ നിൽക്കുന്ന ശക്തികൾ നിന്റെ അടുക്കൽ ഇറങ്ങിയിരിക്കുന്ന ദൂതന്റെ സാന്നിധ്യം കാണും. ഇന്ന് പകൽക്കാലം കാഴ്ചപ്പാടുകൾ മാറട്ടെ. നീ ഭയപ്പെടേണ്ട സ്ഥാനത്ത് നിന്നെ ഭയപ്പെടാതെ നിർത്തിക്കൊണ്ട് നീ ഭയപ്പെട്ട വിഷയത്തെ ഭ്രമിപ്പിക്കത്തക്കവണ്ണം ദൂതന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. സ്തോത്രം.